മൈ ലൈഫ് ബാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബ്രോക്കോളി ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട ആൾക്കാർക്കൊന്നും ഇഷ്ടമുണ്ടാവാൻ ചാൻസ് കുറവായിട്ടുള്ളൊരു സാധനമാണല്ലേ ബ്രോക്കോളി. ഇഷ്ടമുള്ളവരുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞത് നമ്മൾ മലയാളീസിൻ്റെ കാര്യമാണ്. മിക്കവർക്കും തന്നെ, ഞാൻ ചോദിച്ച എല്ലാവർക്കും തന്നെ ഈ ബ്രോക്കോളി എന്ന് പറയുന്ന സംഭവം വലിയ ഇഷ്ടമൊന്നുമല്ല എന്നാ. ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ ഒരു കാലം വരെ. പക്ഷേ ഇവിടെ ഇഷ്ടംപോലെ കിട്ടും, വില കുറവാണ്, പക്ഷെ നല്ല സംഭവമാണ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഒരു പ്രാവശ്യം വാങ്ങിച്ച് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടു. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ബ്രോക്കോളിയുടെ ഒരു സ്ഥിരം കസ്റ്റമറാണ് കേട്ടോ. അപ്പോൾ ദേ ബ്രോക്കോളി നമ്മൾ കുതിർത്ത് വെച്ചിട്ട് മഞ്ഞൾ പൊടിയും കുറച്ച് ഉപ്പും ഇട്ടിട്ട് നമ്മൾ വെള്ളത്തിൽ കുറച്ച് നേരം സോക്ക് ചെയ്ത് വെച്ചിട്ട് അത് ഇതുപോലെ കുനുകുനുകുനാന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് സവോള ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളകും കൂടെ ചേർത്തിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വയ്ക്കുകയാണ്. ഇത് അരിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് പാൻ ചൂടാക്കി നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുന്ന പോലെ തന്നെ അതിലോട്ട് കുറച്ച് എണ്ണ ചൂടാക്കുന്നു, കടുക് പൊട്ടിക്കുന്നു. ആസ് യൂഷ്വൽ നമ്മളുടെ ഒരു സാധാരണ തോരൻ എങ്ങനെ വെക്കുക അതുപോലെ തന്നെ കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രൊസീജിയേഴ്സൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിലേക്ക് കടുക് ഇട്ട് പൊട്ടിച്ചു. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബ്രോക്കോളിയും സവോളയും പച്ചമുളകും കൂടെ കുറച്ച് തേങ്ങയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ, ഒരു മഞ്ഞ കളറ് നമുക്ക് തോരന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ലപോലെ. ഇത് വെന്ത് കിട്ടാനായിട്ട് അധികം സമയമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇനി ബ്രോക്കോളി ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ ഒരു സ്റ്റൈലിലൊന്ന് വെച്ച് നോക്കണം കേട്ടോ. എന്നിട്ട് പറയണേ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതാണ് നമ്മുടെ താരം. 2 കോഴിമുട്ടയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴത്തേക്കുമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ഇളക്കി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഈ നമ്മുടെ ബ്രോക്കോളിയുടെ കൂടെ മിക്സ് ചെയ്ത് നല്ല ഡ്രൈ ആക്കി എടുക്കുകയാണ്. ഇതുണ്ടോ, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇപ്പോൾ നന്നായിട്ട് അത് മിക്സായി നല്ല ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബ്രോക്കോളി മുട്ട തോരൻ ഇവിടെ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഞാൻ ഒരുമാതിരി വെജിറ്റബിൾസിനോടെല്ലാം കുറച്ച് അകലം പാലിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇത് പൊള്ളിയാണ് കേട്ടോ, പൊള്ളി സംഭവമാണ്. ഞാൻ ഗ്യാരണ്ടിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 മുട്ടയുടെ കേസല്ലേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബ്രോക്കോളിയുടെ അളവനുസരിച്ചിട്ട് നമുക്ക് മുട്ടയുടെ എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. തേങ്ങ വേണമെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.